ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു ട്രൂ ഇന്റൻഷൻ, ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു യഥാർത്ഥ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ്. അതിലൂടെ നല്ലൊരു ഗൈഡൻസും അതുപോലെ തന്നെ നല്ലൊരു ക്ലാരിറ്റിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Four of Wands, Devil energy, Nine of Pentacles, Ten of Swords, Four of Swords, Ace of Cups, Strength, Ace of Swords, Five of Pentacles, Queen of Pentacles, Chariot, Queen of Wands, Five of Wands, Knight of Pentacles, Five of Cups, Two of Cups, Moon energy, Hanged Man, ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറന്റ് എനർജി നമുക്ക് നോക്കാം. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണിക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങളായിരിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി സിറ്റുവേഷൻസ് അങ്ങനെയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം. തേർഡ് പാർട്ടിയിൽ എന്ത് വേണമെങ്കിലും സാഹചര്യങ്ങളാകാം. ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ രണ്ടുപേരും നല്ല സ്ട്രോങ് ആയിട്ടൊരു കമ്മിറ്റ്മെന്റ് ഉള്ള വ്യക്തികളാണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരു ഡീപ്പ് കണക്ഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. ഒരിക്കലും വിട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന റിലേഷൻഷിപ്പ്. അതായത് ഒരു അട്രാക്ഷൻ മാത്രമല്ല നിങ്ങളുടെ ബന്ധത്തിലുള്ളത്. അങ്ങനത്തെ ഒരു എനർജി അല്ല നമുക്കിവിടെ കണക്ട് ആയിരിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കെയറിങ്ങും സപ്പോർട്ടും എല്ലാം ചെയ്ത വ്യക്തികളാണ്. എന്നാൽ ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എനർജി ഒക്കെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായൊരു സ്ട്രഗിളിങ് സിറ്റുവേഷൻ ആണ്. അതുപോലെ ട്രസ്റ്റ് ഇഷ്യൂ, വിശ്വാസക്കുറവുകൾ, വിശ്വാസ വഞ്ചന നിങ്ങളുടെ ബന്ധത്തിൽ നടന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ വളരെയധികം സ്ട്രോങ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളൊരു റിലേഷൻഷിപ്പിന്റെ ആണ് എനർജി കിട്ടുന്നത്. ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ട് കംപ്ലീറ്റ്ലി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലായിരിക്കും നിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിട്ട്, ഒരു ലെസ് കോണ്ടാക്റ്റിന്റെ എനർജിയും കണക്ട് ആവുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് റിലേഷൻഷിപ്പ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആയിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. അവര് കൂടുതലായിട്ട് ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് നൽകാതെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയവരായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ പൂർണ്ണമായി വേണ്ട എന്ന് വെച്ച് മാറി നിൽക്കുന്നവരായിരിക്കാം. അപ്പൊ എങ്ങനെയുള്ള എനർജി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന വ്യക്തി ആ ഒരു പേഴ്സന്റെ മനസ്സിൽ എങ്ങനെയൊക്കെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നവരാണെങ്കിലും അവരുടെ ഒരു ട്രൂ ഇന്റൻഷൻ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതായത് അവരെടുത്തിരിക്കുന്ന നിലപാട് അതിപ്പോ നിങ്ങളെ വേണ്ട എന്നുള്ള സാഹചര്യത്തിൽ പോയവരാണെന്നുണ്ടെങ്കിലും അവരുടെ യഥാർത്ഥ ഉദ്ദേശം നിങ്ങളെ വേണ്ട എന്ന് വെക്കുന്നത് തന്നെയാണോ എന്നുള്ളതാണ് നോക്കുന്നത്. നമുക്കിവിടെ
എന്തായാലും നോക്കുവാണെന്നുണ്ടെങ്കിൽ ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് തന്നെ വന്നിരിക്കുന്ന 9 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു സമയത്ത് ഒരേ സമയം നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹം അവർക്ക് തോന്നുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് തോന്നുന്നുണ്ട് ഒരു സൈഡ് കൊണ്ട് വളരെ സ്നേഹം. അതേ സമയം തന്നെ അവർക്ക് വലിയ രീതിക്ക് ഒരു ദേഷ്യം അല്ലെങ്കിൽ ഒരു ഈഗോ അതും നിങ്ങളോട് തോന്നുന്നുണ്ട്. അപ്പൊ രണ്ട് എനർജിയും കൂടെ മിക്സ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഇവർ മൊത്തത്തിൽ ഒരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ഉള്ളിൽ നിങ്ങളെ കണക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു തിരിച്ചു വരവോ അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കുന്ന കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അവർ പുറമേ കാണിക്കുന്നില്ലെങ്കിലും വലിയ രീതിക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിയർ, ഒരു ഭയം അത് ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പൊ എത്രയും നിങ്ങളോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞവരാണെങ്കിൽ പോലും ഇഷ്ടമില്ല എന്നൊരു എനർജി നമുക്ക് കാണിക്കുന്നില്ല. ഇവർക്ക് ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഭയങ്കരമായിട്ടൊരു മെന്റൽ കൺട്രോളിംഗ് ആണ് ഇവർക്കുള്ളത്. അവരുടെ ഇമോഷൻസിനെയൊക്കെ ഹോൾഡ് ചെയ്യാനും അതിപ്പോ പുറത്തേക്ക് കാണിക്കാതിരിക്കാനും അപാരമായ ഒരു കഴിവ് എന്നൊക്കെ പറയുമല്ലോ, അങ്ങനെ ഒരു പേഴ്സൺ ആണ്. അതിപ്പോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാത്രമായിരിക്കില്ല, ഈ ഒരു വ്യക്തിയുടെ ഒരു രീതി തന്നെ അങ്ങനെയായിരിക്കും. അവരുടെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ അത് ഒരു രീതിയിലും മറ്റുള്ളവർ കണ്ടുപിടിക്കാത്ത രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവാണുള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അത് അറിയുകയും ചെയ്യായിരിക്കാം. അപ്പൊ ഇപ്പൊ ഈ ഒരു സമയത്ത് അവർ ആ ഒരു ഇമോഷൻസ് ഒക്കെ നന്നായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിലും അവർ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയങ്ങളിൽ അവരെ തന്നെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ തന്നെ ചിന്തിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സാഹചര്യം ഒരു ലിമിറ്റിൽ കൂടുതൽ മുന്നോട്ടേക്ക് പോകേണ്ടതാണോ അല്ലെങ്കിൽ പോകേണ്ടതല്ല. എത്രത്തോളം അവർ നിങ്ങളിലേക്ക് സ്നേഹം കാര്യങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും ദേഷ്യം മാത്രമായിട്ടാണ് പുറമെ പ്രകടിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും മാനസികപരമായിട്ട് നിങ്ങളുടെ വ്യക്തി ഒരു വേദനകളിലൂടെ തന്നെയാണ് ഇവിടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നത്. അവർക്കൊരു ഭയങ്കരമായ ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു ആനന്ദകരമായ സിറ്റുവേഷൻ അങ്ങനത്തെ ഒരു എനർജി അല്ല നിങ്ങളുടെ പേഴ്സന്റെ വന്നിരിക്കുന്നത്. അവർ അവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോക്കസ്ഡ് ആണ്. അവർ അവരുടെ ജോലി ചെയ്യുന്നുണ്ടായിരിക്കാം, അവരുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ടേക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, പക്ഷെ സാറ്റിസ്ഫൈഡ് അല്ല. എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ അതിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല. കാരണം ഈ ഒരു സമയം അവർ മനസ്സിലാക്കുന്നുണ്ട് അർഹതപ്പെട്ട സ്നേഹത്തിന്റെ ഉടമ അത് നിങ്ങളാണ്. അവരത് നിങ്ങളിൽ നിന്ന് നിഷേധിച്ച് മാറി നിൽക്കുന്ന എന്ത് സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു ന്യായമില്ല അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു മനസ്സിലാക്കൽ മാത്രമല്ല, അത് തിരുത്താനുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു പരിസമാപ്തി അത് നിങ്ങളുടെ ബന്ധത്തിൽ ചിന്തിക്കുന്നവർ തന്നെയാണ്. ഒറ്റപ്പെടല് കാര്യങ്ങളൊക്കെ ഇവരും ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു പക്ഷേ ആ ഒരു സ്റ്റേജ് കടന്നായിരിക്കാം ഇപ്പൊ നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ അടുത്തായിട്ട് ആയിരിക്കില്ല വന്നിരിക്കുന്നത്. കുറച്ച് നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്ട്രഗ്ലിംഗ് എനർജിയിലൂടെ ആയിരിക്കാം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ ഈ ഒരു സ്പ്രെഡ് എടുക്കുമ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ നമ്മൾ കറന്റ് സിറ്റുവേഷൻ മുതൽ അല്ലെങ്കിൽ കറന്റ് എനർജി മുതലാണ് നോക്കുന്നത്. ഇവരിൽ ഇപ്പൊ എന്താണെങ്കിലും ഇവരുടെ കാഴ്ചപ്പാടുകളോ അല്ലെങ്കിൽ ചിന്താഗതികളോ എല്ലാത്തിലും ഒരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റിലേഷൻഷിപ്പിൽ ട്രാൻസ്ഫോർമേഷൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇവരുടെ ഒരു ഇന്റൻഷൻ എന്ന് പറയുമ്പോൾ ഇവർ കുറച്ചധികം ഈ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ ഒരുപാട് സ്ട്രഗിളിങ്സ് കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട്. അതുപോലെ ചിലവരുടെ കേസിൽ ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പൂർണ്ണമായിട്ടും വിട്ടു പോന്നിട്ടുണ്ടാവില്ല. ഇവിടെയാണെന്നുണ്ടെങ്കിലും തേർഡ് പാർട്ടിയുടെ ഒരു എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ തേർഡ് പാർട്ടി റീഡിംഗ് എടുക്കാത്തത് കൊണ്ട് നമുക്ക് നെക്സ്റ്റ് ഡേ ആ ഒരു റീഡിംഗ് നോക്കാം. ഇവിടെ വന്നിരിക്കുന്നതിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഈ ഒരു വ്യക്തി കുറച്ചധികം സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും അവർ ഈ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ട് കാണാം. അവർക്ക് ചുറ്റിനും എല്ലാം ഉണ്ടായിരിക്കാം, ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കാം, ഫാമിലി ഉണ്ടായിരിക്കാം, എല്ലാ കാര്യങ്ങളും അവർക്ക് ഉണ്ടായിരിക്കാം. പക്ഷേ അവിടെയൊക്കെ ഒരു കുറവ്, എന്തോ ഒരു കുറവ് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കുറവ് നിങ്ങളാണെന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കെയറിങ്, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം, കരുതല് ഇതെല്ലാം മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ അവരുടെ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്തണമെന്നും നിങ്ങളുടെ ബന്ധത്തിൽ നല്ല രീതിക്ക് ഒരു പരിവർത്തനം, ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം അത് ഇവരുടെ ഉള്ളിൽ തോന്നുന്നുണ്ട്. ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നൽകിയിട്ട് അത് പൂർത്തീകരിക്കാതെ നിങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മാറിപ്പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ബുദ്ധിപൂർവ്വം വീണ്ടും നിങ്ങളിലേക്ക് വരിക. ബുദ്ധിപൂർവ്വം എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഈഗോ കാര്യങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ഈഗോയും നിങ്ങളുടെ മുന്നിലേക്ക് സറണ്ടർ ആവുക എന്നുള്ളത് ഇവരുടെ എനർജിയിൽ കാണിക്കുന്നില്ല. ആ ഒരു രീതി അല്ലാതെ ഇവർ വളരെയധികം പ്ലാൻഡ് ആണ് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുകയാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഈഗോയോ അല്ലെങ്കിൽ ഇവരുടെ സ്വാർത്ഥത എന്ന് പറയുമ്പോൾ ഒരു ചീറ്റിംഗ് അല്ല,
അവരുടെ ഒരു സ്വാർത്ഥ മനോഭാവം അല്ലെങ്കിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി അത് പൂർണ്ണമായിട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നിങ്ങൾ നേടുകയും വേണം. അപ്പൊ അതിനു വേണ്ടി വളരെ ഇന്റലിജന്റ് ആയിട്ട് ചിന്തിച്ചു കൂട്ടി പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഇമോഷൻസ് കാര്യങ്ങൾ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യാത്തത്. പിന്നെ അതോടൊപ്പം ഇവർക്ക് വല്ലാത്തൊരു ഭയമുണ്ട്. എത്ര ഇന്റലിജന്റ് ആണെന്ന് പറഞ്ഞാലും എത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും എത്ര ഈഗോ ഉണ്ടെന്ന് പറഞ്ഞാലും വീണ്ടും നിങ്ങളെ കണക്ട് ചെയ്യണം എന്നുള്ളത് ഓർക്കുമ്പോൾ ഒരു സൈഡിൽ ആഗ്രഹം ഉണ്ടെങ്കിലും മറു സൈഡിൽ ഭയവും വരുന്നുണ്ട്. എങ്കിലും അവരുടെ എനർജിയിലൊക്കെ ഈ ഒരു സമയത്ത് ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇതുവരെ എഫേർട്സോ കാര്യങ്ങളോ ഒന്നും തന്നെ എടുത്തിട്ടില്ലാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് സ്വന്തമായിട്ട് തന്നെ എഫേർട്ട് എടുത്ത് ഇതിനകത്ത് വിജയം വേണമെന്നൊരു ചിന്ത. കാരണം ഇപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിയിൽ ഈ ഒരു മിസ്സിംഗ് അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ ഇല്ല എന്നുള്ളൊരു ഫീല് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പൊ അങ്ങനെ ഒരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് തന്നെ അവർക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു ഫീലിംഗ് വരിക എന്ന് പറയുമ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ അവിടെ അവർ ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആയിരിക്കുകയില്ല. നിങ്ങളെപ്പോലെ ഒരു വ്യക്തിയല്ല അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അതിപ്പോ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിക്കൊള്ളട്ടെ, ഫാമിലി ആയിക്കൊള്ളട്ടെ, മറ്റേതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള സ്നേഹബന്ധം ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവർ ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കണം അല്ലെങ്കിൽ അവരുടെ ഇന്റൻഷൻ നിങ്ങളെ നേടണം എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ അവിടെ ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലല്ല നിൽക്കുന്നത്. നിങ്ങൾക്ക് വീണ്ടും കമ്മിറ്റ്മെന്റ് നൽകണം എന്നൊരു ഉദ്ദേശം നിങ്ങളുടെ വ്യക്തിയിൽ ഉടലെടുത്ത് കഴിഞ്ഞു. റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം പഴയ കാലഘട്ടങ്ങളിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ പഴയ കാലഘട്ടങ്ങളേക്കാൾ കൂടുതലായിട്ട് ആ ഒരു ഓർമ്മകളുമായിട്ട് അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം വൈകാരികപരമായിട്ട് തന്നെ അവരുടെ ഹൃദയത്തിലുള്ള ആ ഒരു സ്നേഹം അത് ആത്മാർത്ഥമായ രീതിയിൽ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു ന്യൂ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇത് അവരുടെ സ്വാർത്ഥതയാണോ എന്ന് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതും അവരുടെ ഒരു സ്വാർത്ഥത തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ സ്വാർത്ഥത എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങളോട് നീതിപൂർവം പെരുമാറണം എന്നൊരു ചിന്ത, രണ്ട് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ ആഗ്രഹിക്കാത്ത സ്വാർത്ഥത. കാരണം അവർക്ക് മനസ്സിലായിട്ടുണ്ട് സ്വന്തം കയ്യിൽ വിലപ്പെട്ട ആ ഒരു കാര്യം ഇരുന്നപ്പോഴാണ് അവർ ഒരു വാല്യൂ ഇല്ലാത്ത കാര്യങ്ങളിലേക്ക് പോയിരിക്കുന്നത് എന്നുള്ളത് ഈ ഒരു സമയത്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് തോന്നി അതിലേക്ക് ചാടി. എന്നാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അതിനകത്തൊരു സത്യമില്ല എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പൊ അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാന്ന് പറയുമ്പോൾ ഇമോഷണലി ഇവർ കുറച്ചധികം weak ആണ്. ഇപ്പോ ഫിസിക്കലി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഡൗൺ ആണ്. ഒരു ഡിപ്രസ്ഡ് സ്റ്റേജ്. ഫിസിക്കൽ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ഡിപ്രസ്ഡ് അവസ്ഥ. ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഇമോഷണലി അവർ വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. പക്ഷെ അതൊന്നും മറ്റുള്ളവരുടെ മുന്നിലേക്ക് കാണിക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ അതിനെയൊക്കെ മാനേജ് ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് ലെറ്റ് ഗോ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ ലെറ്റ് ഗോ ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണ് കുറച്ചധികം തടസ്സങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് നിങ്ങളിലേക്ക് എത്തുന്നതിന് സാഹചര്യങ്ങൾ പല രീതിയിൽ തടസ്സങ്ങളായിട്ടുണ്ട്. പക്ഷെ എത്രയൊക്കെ തടസ്സങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാലും അതിനെ അതിജീവിച്ചുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുക എന്നുള്ളത് അവരുടെ സ്വന്തം ഒരു intention അല്ലെങ്കിൽ അവരുടെ ഒരു genuine ആയിട്ടുള്ള ഒരു ഉദ്ദേശമായിട്ട് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടിട്ടാണ് നിങ്ങളുടെ person ഇവിടെ ഓരോ കാര്യങ്ങൾ plan ചെയ്യുന്നത്. അപ്പൊ നിങ്ങളോട് എത്രത്തോളം ദേഷ്യം കാണിക്കുന്നവരാണെന്നുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളോട് ഒരു ദേഷ്യം കാര്യങ്ങൾ മാത്രമല്ല ഇവിടെ കിട്ടുന്നത്. അവർ പുറമേ കാണിക്കുന്ന ഒരു mentality അല്ല അവരുടെ മനസ്സിലേക്ക് നമ്മൾ read ചെയ്യുമ്പോൾ വരുന്നത്. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾ ഒരു husband and wife ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ lovers ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ആ ഒരു relationship cut off ചെയ്യുന്ന രീതിക്ക് ഇപ്പൊ ചിലവര് completely breakup situation ആണെങ്കിൽ അങ്ങനെ, ചിലവരെ സംബന്ധിച്ചിടത്തോളം ഇവര് നിങ്ങളെ പൂർണ്ണമായും വേണ്ട എന്നുള്ള ഒറ്റ decision ലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് നിങ്ങളോട് communicate ചെയ്തിട്ട് ഇപ്പൊ നിങ്ങൾ തമ്മിൽ ഒരു contact ഓ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ ഈ ഒരു സമയത്താണ് ഇവരുടെ energy യിൽ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് അവർക്ക് യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു ചിന്താഗതികൾക്കൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഒരു communication ഒരു തുറന്ന സംസാരം നിങ്ങളുമായിട്ട് നടത്തണം എന്നൊരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം. വെളിപ്പെടുത്താത്ത പല പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. തെറ്റിദ്ധാരണകളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങളോട് മാറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കാം. ഒരു സമയത്ത് ഇവര് എല്ലാ കാര്യങ്ങളും അങ്ങനെ share ചെയ്യാതെ അത് നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പൊ അതിനൊക്കെ ഒരു clarity നൽകണം.
കാരണം സത്യമായ കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനൊക്കെ ഒരു ക്ലാരിറ്റി നൽകുക എന്നുള്ളത് ഇവരുടെ റെസ്പോൺസിബിലിറ്റി ആണ്. നിങ്ങളുടെ മിസ്റ്റേക്ക് എന്നുള്ളത് പറയാൻ സാധിക്കില്ല. ഇവരുടെ ഒരു ക്യാരക്ടർ വെച്ചിട്ടായിരിക്കാം നിങ്ങൾ ചിന്തിച്ചു കൂട്ടിയിരിക്കുന്നത്. കാരണം നിങ്ങൾ ഡയറക്റ്റ്ലി ചോദിച്ച കാര്യത്തിന് ഇവരൊരു ഉത്തരം നൽകാതിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾ പല രീതിയിൽ അത് ഇമാജിൻ ചെയ്ത് ഓവർ തിങ്കിങ് നിങ്ങൾക്കും കുറച്ച് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലേക്കൊക്കെ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടും ഉണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ ഇവർക്ക് നിങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെയാണ് അതിനൊക്കെ ഒരു ക്ലാരിറ്റി നൽകാനായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർ ആഗ്രഹിക്കുന്നത്. ഇവരാണെന്നുണ്ടെങ്കിലും ഓവർ തിങ്കിങ് ഒട്ടും കുറവുള്ള ഒരു വ്യക്തികളല്ല. ഇവർക്ക് ഓവർ തിങ്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിന്തിച്ചു കൂട്ടുന്ന എനർജി ഒക്കെ ഇവരുടെ എനർജിയിലും ഉണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സാഹചര്യം മൊത്തത്തിൽ ഒന്ന് മാറ്റിയിട്ട് ഈ ഒരു ബന്ധത്തിൽ തന്നെ നല്ലൊരു സ്ട്രെങ്ത് വേണം. ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയൊക്കെയാണോ മുന്നോട്ടേക്ക് പോയിരുന്നത് ആ ഒരു രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ് മനസ്സുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഇവിടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഒരുപാട് കാര്യങ്ങൾ സ്വയമേ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ അവരുടെ തെറ്റുകളൊന്നും ഉൾക്കൊള്ളാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവര് പുറമേ അതൊന്നും ചിലപ്പോൾ കാണിക്കുന്നുണ്ടാവില്ല. ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളതൊന്നും പറയാൻ ചിലപ്പോൾ സമ്മതിക്കുന്നുണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ പല സാഹചര്യങ്ങളും അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ഇവരുടെ ഒരു പോസിറ്റീവ് എനർജിയാണ്. അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലും പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് ബാധിക്കും. നല്ല നല്ല ഒരു പോസിറ്റീവ് എനർജി അത് നിങ്ങളുടെ ബന്ധത്തിൽ വരുത്തും. കാരണം കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണെന്നുണ്ടെങ്കിലും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് അത് സ്വയമേ വരിക എന്ന് പറയുന്നത് തന്നെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതൊക്കെ നിങ്ങളുടെ വ്യക്തിയിൽ ഈ ഒരു സമയത്ത് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ നടത്താനായിട്ട് അവർ ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു തിരിച്ചറിവും കാര്യങ്ങളൊക്കെ അവരിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഇതിലൊരു വിജയം വേണം. വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം. അതും ഒരു കമ്മിറ്റ്മെന്റ്. നിങ്ങൾ വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ അങ്ങനെ, ഇനി വിവാഹം കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് നൽകുക. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ വിവാഹം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ചായിട്ടുള്ള ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു രീതിയിലേക്ക് ബന്ധത്തെ മാറ്റുക. ഒരു അട്രാക്ഷനോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അല്ലാത്ത രീതിയിൽ നിങ്ങളെ ചേർത്ത് നിർത്താൻ തന്നെയാണ് ഇവരുടെ മനസ്സിന്റെ ഇപ്പോഴത്തെ ഒരു ഇന്റൻഷൻ. അതുപോലെ ഇവരുടെ മനസ്സിലുള്ള സ്നേഹം നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങൾ ഇതുവരെ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത് പോലെ തന്നെയുള്ള ആ ഒരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹം വീണ്ടും അവർ സ്വീകരിക്കാൻ തയ്യാറാകുന്നുണ്ട്. പരസ്പരമുള്ള ആ ഒരു സോൾ കണക്ഷനെ നിലനിർത്തുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശമായിട്ട് ഇവിടെ കാണുന്നത്. അതിനിപ്പോൾ ഇവർക്ക് എത്രത്തോളം ഭയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ കൂടുതലായിട്ട് ഇവരുടെ മനസ്സിലുള്ള ആ ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനു വേണ്ടി നിങ്ങളുടെ പേഴ്സൺ പ്രയത്നിക്കാൻ തയ്യാറാണ്. കാരണം ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ പരിവർത്തനം എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ വ്യക്തിയുടെയും കൂടെ ഒരു ആവശ്യം അല്ലെങ്കിൽ ആഗ്രഹമായിട്ട് ഈ ഒരു സമയത്ത് മാറിയിട്ടുണ്ട്. ഒരുപാട് നിരന്തരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് അല്ലെങ്കിൽ വളരെ ഒരു മെച്യൂർ പേഴ്സണാലിറ്റി, ഒരു മെച്യൂരിറ്റി ഇല്ലാത്ത രീതിയിലൊക്കെ പെരുമാറിയവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചധികം കാര്യഗൗരവത്തോടു കൂടി ചിന്തിച്ച് റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ആ ഒരു മനസ്സ്, ആ ഒരു മനസ്സിൽ പ്രാക്ടിക്കൽ ആയിട്ട് ഓരോ കാര്യങ്ങൾ ഇവര് ചിന്തിക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടിക്കൽ ആയിട്ട് റിലേഷൻഷിപ്പിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഈ ഒരു റിപ്പീറ്റേഷൻ, ഒരു ഓൺ ആൻഡ് ഓഫ് പോലെ ചിലപ്പോൾ കുറേ നാളുകളോളം പോയിട്ടുണ്ടായിരിക്കാം. പിന്നീട് പ്രശ്നങ്ങൾ വീണ്ടും രൂക്ഷമായിട്ട് വന്ന് ഇപ്പോഴായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കംപ്ലീറ്റ് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്കൊക്കെ പോയിരിക്കുന്നത്. നേരത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു സാഹചര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ കുറച്ച് നാളുകളായിട്ടായിരിക്കാം ഇത്രയും ഒരു അകൽച്ച അല്ലെങ്കിൽ ഇത്രയും നാൾ മിണ്ടാതിരിക്കുക അങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യം ഒരു സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത്, അതിപ്പോ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്തായിരിക്കാം നിങ്ങൾ ഈ ഒരു പ്രശ്നങ്ങൾ നേരിടുന്നത്, ചിലവർ കുറച്ചായിട്ടുണ്ടായിരിക്കാം. അപ്പൊ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു പെയിൻ നിങ്ങളുടെ ബന്ധത്തിൽ വന്നിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് നശിപ്പിക്കാനായിട്ടല്ല, ഇതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ നല്ല രീതിയിലേക്ക് റിലേഷൻഷിപ്പിനെ മാറ്റാൻ. അപ്പൊ രണ്ടുപേരും ഒരേപോലെ എഫേർട്ട് എടുക്കുമ്പോഴാണ് ഏതൊരു ബന്ധവും സക്സസിലേക്ക് മാറുന്നത്. അപ്പൊ നിങ്ങൾ മാത്രം എഫേർട്ട് എടുത്തുകൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു ഇത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവര് കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുന്നില്ല, ഭയങ്കരമായിട്ട് ആക്ടിങ് കാര്യങ്ങളൊക്കെ മാത്രം, ജെന്യുവിനിറ്റി ഇല്ലാതെ ബന്ധത്തിൽ നിന്നവരാണെന്നുണ്ടെങ്കിൽ
അവർക്ക് സ്വയമേ ഒരു മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയുടെ ഇടപെടൽ മൂലം അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് അവർ സ്വയമേ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ച് അത് ആ ഒരു സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്ത് സ്വയം മാറ്റങ്ങൾ വരുത്തി നിങ്ങളിലേക്ക് എത്തുന്നു. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെ പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോവുക. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നോക്കി കാണാൻ ശ്രമിക്കുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ, ഓവർ തിങ്കിങ് ഇതിലേക്കൊന്നും പോവാതിരിക്കുക. കാരണം നിങ്ങളുടെ പേഴ്സണൽ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങളിലൂടെ നിങ്ങളിലേക്ക് വരുമ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ അതിന് പ്രാപ്തമായിരിക്കണം. നിങ്ങൾ കുറച്ചധികം സെൽഫ് ലവിലേക്ക് വരേണ്ടത് അനിവാര്യമായ ഒരു കാര്യമാണ്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ നന്നായിട്ടൊന്ന് കൺട്രോൾ ചെയ്യണം. കാരണം നിങ്ങളുടെ എനർജിയിലാണെങ്കിലും ഓവർ തിങ്കിങ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കാണെങ്കിലും കുറച്ച് എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ അവിടെ കൂടുതലാണ്. അപ്പൊ രണ്ട് വ്യക്തികൾ ഒരുപോലെ തന്നെ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് ഹീൽ ആയിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്കും ഒരുപാട് ചേഞ്ചസ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങളും കുറച്ചധികം മെച്യൂർഡ് ആയിട്ടൊക്കെ ചിന്തിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങളുടെ വ്യക്തിയിലും നിങ്ങളിലും ഒക്കെ സംഭവിച്ചിരിക്കുന്ന മാറ്റങ്ങൾ ഈ ഒരു പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തിന്റെ വളർച്ചയെ സഹായിക്കാനായിട്ട് വന്നിരിക്കുന്നതായിട്ടാണ് ഈ ഒരു സ്പ്രെഡിൽ നമുക്ക് കണക്ട് ആവുന്നത്. അപ്പൊ ഇവരുടെ ഇന്റൻഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായും നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളെ എല്ലാ രീതിയിലും വേദനിപ്പിക്കുക, അങ്ങനത്തെ ഒരു ടോക്സിക് രീതിയല്ല. ഇവർ കുറച്ചധികം സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യത്തിൽ നിന്ന് ഇപ്പോൾ മാറി നിൽക്കുന്നത് അവർക്ക് തന്നെ മാറാനായിട്ടുള്ളൊരു സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ഇവരുടെ ലക്ഷ്യം റിലേഷൻഷിപ്പിൽ ന്യൂ ബിഗിനിങ് തന്നെയാണ്. കാരണം ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിരിക്കുന്നത് തന്നെ ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. വിട്ടിട്ട് പോവുക എന്നുള്ളതല്ല. ഏസ് ഓഫ് കപ്സ് ആണെങ്കിലും ടു ഓഫ് കപ്സ് ആണെങ്കിലും വൈകാരികപരമായിട്ട് ആ ഒരു പുതിയ തുടക്കത്തിലൂടെ നിങ്ങളുമായിട്ടുള്ള സ്നേഹം പരസ്പരം ഷെയർ ചെയ്തതിന് ശേഷം ഒരു സെലിബ്രേഷൻ, ഒരു കമ്മിറ്റ്മെന്റ് അത് നിങ്ങളുടെ ബന്ധത്തിൽ കൊണ്ടുവരിക. ഇനിയും ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ എത്തിക്കാത്ത രീതിയിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളെല്ലാം നിലനിർത്തി തടസ്സങ്ങൾ പ്രശ്നങ്ങളൊക്കെ ഇനി എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞാലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു വിജയം നേടുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ഒരു ലക്ഷ്യമായിട്ട് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഒരു ഇന്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് നിങ്ങളിലേക്കുള്ള ഒരു റിട്ടേണിന് വേണ്ടിയിട്ട് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ ഒരു ഇന്റൻഷൻ അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചെത്തുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ അവർക്ക് ഈ ഒരു സമയം കുറച്ചൊരു സമയം വേണം, അല്ലെങ്കിൽ അവരെ തന്നെ ഒന്ന് ഹീൽ ചെയ്യിക്കണം. കംപ്ലീറ്റ്ലി അവർക്കൊരു മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ സ്വയമേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളെ ഒന്ന് കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കുക എന്ന് പറയുമ്പോൾ അതിനൊരു പ്രിപ്പറേഷൻ ആവശ്യമാണ് എന്നൊരു മെന്റാലിറ്റിയിലും കൂടിയാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ഈ റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലൂസ് കൂടെ നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് എത്രത്തോളം കണക്റ്റഡ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക. അശ്വതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. ഔട്ട്സൈഡ് കേരള, കൊല്ലം, ചോതി, ആർ എന്നൊരു ലെറ്റർ, മകേരം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്, എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ഏപ്രിൽ മന്ത്, 1990, 22 വന്നിട്ടുണ്ട്, ഇടുക്കി, 3 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്, ലിബ്ര എന്നൊരു സോഡിയാക് സൈൻ, എസ് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, ടി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്, എച്ച് അഗെയിൻ വന്നിട്ടുണ്ട്, ഉത്രം, 19, എച്ച് അഗെയിൻ വന്നിട്ടുണ്ട്, 1968, വയനാടാണ് ലാസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും
എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ആവുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് ക്ലെയിം ചെയ്ത് ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് നാളെ നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.